ഉലകിലൻ അരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. എങ്കിലോ കാൽവറി സ്നേഹത്തിൻ മുൻപിലായി അലിഞ്ഞു പോം ഇവയെല്ലാം മഞ്ഞുപോലെ. ഗുഡ് മോർണിംഗ്, കോഫി വിത്ത് ക്രൈസ്റ്റ്. ഇന്ന് നമുക്ക് രാവിലെ കുറച്ച് ബ്യൂട്ടി ടിപ്സ് ആയല്ലോ. ഞായറാഴ്ചയല്ലേ, ഒന്ന് മുഖമൊക്കെ ഒന്ന് മിനുക്കാന്നേ, ശരീരമൊക്കെ ഒന്ന് മിനുക്കാം. നമ്മുടെ ശരീരം കർത്താവ് വസിക്കുന്ന ആലയമാണെന്നാണല്ലേ 1 കൊറിന്തോസ് 6:19, 20, 1 കൊറിന്തോസ് 3:16, 17 ഒക്കെ പറയുന്നത്. കർത്താവ് വസിക്കുന്ന ആലയമായിട്ടുള്ള എൻ്റെ ശരീരം, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ ഈ ശരീരം ദൈവ ആലയം അല്ലെങ്കിൽ പള്ളിയാണെന്ന്. നമ്മുടെ ഇടവക പള്ളി നമ്മൾ എത്ര മനോഹരമായിട്ടാണ് സൂക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവ് വസിക്കുന്ന നാമാകുന്ന ദൈവാലയം എത്ര മനോഹരമായിട്ടും വൃത്തിയായിട്ടും സൂക്ഷിക്കേണ്ടത് ആവശ്യമുണ്ട്. ആന്തരിക സൗന്ദര്യവും ബാഹ്യ സൗന്ദര്യവും കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നല്ല വസ്ത്രം ധരിച്ച് വൃത്തിയായി ശരീരം സൂക്ഷിച്ച് എപ്പോഴും നല്ല പ്രസന്റബിളായി ആരോഗ്യം സൂക്ഷിച്ച്, എന്ന് പറഞ്ഞാൽ കാണുന്ന ചപ്പും ചവറും എല്ലാം തിന്ന് വീർത്ത്, ഇന്ന് സൺഡേ അല്ലേ, കിട്ടുന്നത് മുഴുവനൊക്കെ തിന്ന് എക്സസൈസ് ഒന്നും ചെയ്യാതെ ബോഡിയൊക്കെ വീർത്ത് ചീർത്ത് അങ്ങനെ നടക്കാനല്ല. എൻ്റെ ഈ ശരീരം കർത്താവ് തന്നതാ, ഇത് എൻ്റേതല്ല, ഇത് എൻ്റെ കർത്താവ് എനിക്ക് തന്നതാണ്. ഈ ശരീരത്തിൽ ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് ഈ ശരീരത്തെ മാന്യമായും വിശുദ്ധിയോടും സൗന്ദര്യത്തോടും ആരോഗ്യത്തോടും കൂടെ സൂക്ഷിക്കേണ്ടത് അവനോട് ഞാൻ ചെയ്യുന്ന ഒരു നന്ദി പ്രകടനം കൂടിയാണ് കേട്ടോ. സഭാപ്രസംഗി 8:1 പറയുന്നു, ജ്ഞാനം മുഖം പ്രസന്നമാക്കുന്നു, പരുഷഭാവം അകറ്റുന്നു. ദൈവത്തിന്റെ ജ്ഞാനം മുഖത്തെ പ്രസന്നമാക്കുന്നെങ്കിൽ ആ ജ്ഞാനം എന്താണെന്നാണ് വചനം പറയുന്നത്. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ അല്ലെങ്കിൽ സോളമന്റെ സുഭാഷിതങ്ങളിൽ 9-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം. ജോബ് 28:28 ഒക്കെ ഇത് തന്നെയാ പറയുന്നത്. അപ്പൊ ദൈവഭക്തിയായിട്ടുള്ള ജ്ഞാനം ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ മുഖം തിളങ്ങുമെന്ന്. കൊള്ളാം അല്ലേ? സുഭാഷിതങ്ങൾ അല്ലെങ്കിൽ സദൃശവാക്യങ്ങൾ 15:13 പറയുന്നു, സന്തുഷ്ടമായ ഹൃദയം മുഖത്തെ പ്രസന്നമാക്കും. സന്തുഷ്ടമായ നല്ല വാർത്തകൾ കേൾക്കാനായിട്ട് നമ്മുടെ ചെവി എപ്പോഴും സൂക്ഷിക്കണം, ചെവി എപ്പോഴും ശ്രദ്ധയുള്ളതായിരിക്കണം. അശുഭമായ വാർത്തകൾ അല്ലെങ്കിൽ മറ്റൊരാളെ കുറച്ച് കാണിക്കുന്ന, മറ്റൊരാളെ കുറ്റം പറയുന്ന വാർത്തകൾക്ക് നമ്മൾ കഴിയുന്നതും ചെവി കൊടുക്കാതിരിക്കുക. സുഭാഷിതങ്ങൾ 31:30 പറയുന്നു, മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യുന്ന സൗകുമാര്യം വഞ്ചന നിറഞ്ഞ വ്യർത്ഥമായ സൗന്ദര്യത്തെക്കുറിച്ചല്ല കേട്ടോ. കർത്താവ് പഠിപ്പിക്കുന്നത് ദൈവഭക്തി പുരുഷനെയും സ്ത്രീയെയും പ്രശംസിക്കുന്നതിന് കാരണമാകും, മറ്റുള്ളവരെ പ്രശംസിക്കുന്നതിന് കാരണമാകും. ഇനി നമ്മൾ യാക്കോബിന്റെ ലേഖനം 4:11 ഒരു കാര്യം, ഒരു നോട്ട് പറയുന്നുണ്ട്, നിങ്ങൾ പരസ്പരം എതിർത്ത് സംസാരിക്കരുത്, അയൽക്കാരനെ വിധിക്കാൻ നീ ആരാണ്? നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ചില ഗസ്റ്റ് ഉണ്ടല്ലേ, ഗേറ്റ് തുറക്കുമ്പോൾ തന്നെ നമ്മൾ ആ കർട്ടൻ മാറ്റി ഒന്ന് നോക്കും ആരാ വരുന്നതെന്ന്. 2 തരത്തിലുള്ള മനോഭാവത്തോടു കൂടിയായിരിക്കും അപ്പോഴും നമ്മൾ ആ ഡോർ തുറക്കാനായിട്ട് എഴുന്നേക്കുന്നത്. ഒന്നാമത്തെ മനോഭാവം, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചേട്ടൻ അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്, എൻ്റെ ചേച്ചി, എൻ്റെ ആൻറ്റി, എൻ്റെ സുഹൃത്ത് അവൻ വരുന്നു അല്ലെങ്കിൽ അവൾ വരുന്നു, നമുക്ക് ഓടിച്ചെന്ന് കഥ തുറക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. രണ്ടാമതൊരു മനോഭാവമുണ്ട്, തല ചൊറിഞ്ഞിട്ട് വരുന്നുണ്ട്, ഇനി ലോകത്തുള്ള സകല മനുഷ്യരുടെയും കുറ്റം ഇവിടെ വന്ന് ഛർദ്ദിച്ചിട്ടിട്ട് പോകും. സൂക്ഷിക്കണം, ഈ രണ്ടാമത് പറഞ്ഞവർ വരുമ്പോഴത്തേക്ക് ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. കാരണം അവര് വന്നിട്ട് മറ്റുള്ളവരെ കുറിച്ച്, നമ്മുടെ വീട്ടിൽ ഇല്ലാത്ത ഒരാളുടെ അല്ലെങ്കിൽ അസാന്നിധ്യത്തിലായിരിക്കുന്ന ഒരാളുടെ കുറിച്ച് കുറ്റങ്ങളെല്ലാം പറയുമ്പോഴത്തേക്കും അവിടെ സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് പറയാം, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വയറിൽ ദഹിക്കാതെ കിടക്കുന്ന സമയത്തൊന്ന് ഛർദ്ദിച്ച് നമ്മുടെ വാഷ് ബേസിനിലേക്ക് ഛർദ്ദിച്ചിടുകയാണെങ്കിൽ എത്രയൊക്കെ ഡെറ്റോളോ അല്ലെങ്കിൽ എത്ര ഡിസിൻഫെക്റ്റന്റ് ഇട്ട് ആ വാഷ് ബേസിൻ കഴുകിയാലും ആ ഒരു ഫൗൾ സ്മെല്ല് ആ മുറിയിലേക്ക് പിന്നെയും കുറേ നേരത്തേക്ക് നിൽക്കും അല്ലേ. വളരെ പാടുപെട്ടാണ് നമ്മൾ ആ സ്മെല്ല് മാറ്റുന്നത്. എന്ന് പറഞ്ഞതുപോലെ മറ്റുള്ളവരെ കുറ്റം പറയാനായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു വ്യക്തിയെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതിന്റെ കാര്യം ഇതാണ്. അവര് വന്ന് അവരുടെ ഉള്ളിൽ ദഹിക്കാതെ കിടക്കുന്നതെല്ലാം ഛർദ്ദിച്ച് നമ്മുടെ മേലെ ഇട്ടുകൊണ്ട് പോകും. ആ സ്പിരിറ്റ് പിന്നെ നമ്മുടെ വീട്ടിൽ അവനായിരിക്കും ഭരിക്കുന്നത്. ആ ഒരു വല്ലാത്ത ഫൗൾ സ്മെല്ലിന്റെ, ആത്മീയമായിട്ട് കണ്ടാൽ മതി, ആ ഒരു ഫൗൾ സ്മെല്ല് നമ്മുടെ വീട്ടിൽ ഭരിച്ചാൽ നമ്മുടെ ഉള്ള കൃപ കൂടി നഷ്ടപ്പെടാനായിട്ട് ഇടയാകും. അതുകൊണ്ട് ഇങ്ങനത്തെ വർത്തമാനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒന്നെങ്കിൽ ടോപ്പിക്ക് ഡൈവേർട്ട് ചെയ്ത് മാറ്റുക, അല്ലെങ്കിൽ അവർ നിർത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ചേച്ചി ചേട്ടാ പ്ലീസ്
നമുക്ക് ഇവിടെയുള്ള ആരെങ്കിലും കുറിച്ച് പറയാം, വിട്ടേക്കുക, അങ്ങനെ പറയുക. യാക്കോബിന്റെ ലേഖനം 4:11 പറയുന്നു, നിങ്ങൾ പരസ്പരം എതിർക്കരുത്. പലപ്പോഴും സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ ഒക്കെ ഇട്ട് നമ്മളെ തന്നെ അലങ്കരിച്ച് ബ്യൂട്ടി പാർലറിൽ പോയി ഫുൾ പുട്ടിയൊക്കെ ഇട്ട് സൗന്ദര്യം കൃത്രിമമായിട്ട് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചല്ല കേട്ടോ. 1 പത്രോസ് 3:3 പറയുന്നു, യഥാർത്ഥ സൗന്ദര്യം സൗമ്യവും ശാന്തവും അനശ്വരവുമായ ആത്മാവിന്റെ രത്നങ്ങളാണ്. ആ രത്നങ്ങൾ, വ്യക്തിത്വം അതായിരിക്കണം, അത് ധരിച്ച് സൗന്ദര്യമുള്ളവരായിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ, the beauty that shines from your heart, not from your ornaments or dress or makeup. ചുരുക്കി പറഞ്ഞാൽ, ഉള്ളിൽ ദൈവം വസിക്കുന്നുണ്ടെങ്കിൽ താൻ ദൈവാലയമാണെന്നുള്ള ബോധ്യം ഉണ്ടാകണം. ഉള്ളിലുള്ളവന്റെ സൗന്ദര്യവും സ്വഭാവവും എൻ്റെ മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കണം എൻ്റെ യഥാർത്ഥ സൗന്ദര്യം. ലെറ്റ് ക്രൈസ്റ്റ് ക്യാരക്ടർ ഷൈൻസ് ത്രൂ യു. അങ്ങനെയാണെങ്കിൽ വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ ലവദോക്യയിലെ സഭയോട് കർത്താവ് പറയുന്നു, നിന്റെ സൗന്ദര്യം, ആ ലവദോക്യയിലെ സഭ ഏറ്റവും മനോഹരമായിട്ട് കാണാനായിട്ട് അതിന്റെ ഉടയവനായ തമ്പുരാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കർത്താവ് വസിക്കുന്ന ആലയമായിട്ടുള്ള എന്നോടും ഇത് തന്നെയാ പറയുന്നത്. അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുക. അതിൻ്റെയൊക്കെ ആത്മീയ അർത്ഥം വളരെ ഡീപ്പാണ്, ചിന്തിക്കുമല്ലോ. നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കാൻ ശുഭ്രവസ്ത്രം എന്നോട് കാണുക. കണ്ണിന്റെ കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിലെഴുതുന്ന അഞ്ജനം എന്നോട് വാങ്ങുക. കർത്താവിന്റെ സഭയോട് കർത്താവ് ഇത് പറയുകയാണെങ്കിൽ, കർത്താവ് വസിക്കുന്ന ആലയമായ എന്നോടും ഇത് തന്നെയല്ലേ കർത്താവ് പറയുന്നത്? തൻ്റെ ആലയമായ എൻ്റെ ശരീരം ഏറെ സൗന്ദര്യമുള്ളതും ആരോഗ്യമുള്ളതുമാക്കി തീർക്കുവാനായിട്ട് നമ്മൾ കടപ്പെട്ടവരാണ് കേട്ടോ. ആത്മാവിന്റെ സൗന്ദര്യമാണ് എൻ്റെ പ്രിയൻ നോക്കുന്നത്. ഈ സൗന്ദര്യം ഉള്ളിൽ നിറഞ്ഞ് പുറമേ റിഫ്ലക്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ കർത്താവ് നമ്മളോട് പറയും, കുഞ്ഞേ, നീ എനിക്ക് പ്രിയങ്കരനും ബഹുമാന്യനും അമൂല്യനുമാണടാ, നീ എൻ്റെ കുഞ്ഞാ. ചേർന്ന് നടക്കാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.